ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീട്ടിലിരുന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ, അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഉത്രാടമായിട്ട് ഞാൻ ഇന്ന് ഏട്ടൻ്റെ വീട്ടിലാണുള്ളത്. ഉത്രാടം ഇവിടെയും തിരുവോണം എൻ്റെ വീട്ടിലുമാണ് ആഘോഷിക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അവിടെ നിന്ന് അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്രാടം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ അടിച്ചു പൊളിക്കും. ഏട്ട് മാത്രം ഇല്ല എന്നുള്ളൊരു വിഷമം നന്നായിട്ടുണ്ട്, പക്ഷെ ഏട്ട് വരും. അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ നമ്മൾ ആഘോഷങ്ങളൊക്കെ അടിച്ചു പൊളിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെയും നാളെ അവിടെ ആയിട്ടാണ് കേട്ടോ ഓണം ആഘോഷിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഉത്രാടം ദിവസം ഞങ്ങളുടെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ പറയാനുള്ളത്, ഇന്നത്തെ എൻ്റെ ഈ ഒരു സെറ്റ് സാരി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുത്താമ്പുള്ളിയിൽ നിന്നാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല സുഖമുണ്ട് എടുക്കാൻ, നന്നായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ടിഷ്യൂവിൻ്റെ സാരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റോ അല്ലെങ്കിൽ ലാസ്റ്റോ ഒക്കെ കാണിക്കാം, ഫുള്ളായിട്ടുള്ള കോസ്റ്റ്യൂം. അപ്പോൾ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ. കിടക്കുന്നതിന് മുന്നേ എന്നും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഉത്രാടം ദിവസത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പം ഞാനും വരവും കൂടി പൂക്കളിടാനുള്ള പൂവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് പൂവിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചു. അപ്പോൾ കുറച്ച് വലിയ പൂക്കളിടാലോ എന്ന് വിചാരിച്ചിട്ട്, മറ്റേത് വീട്ടിലുള്ള ചെറിയ ചെറിയ പൂക്കൾ വെച്ചിട്ടല്ല ഇടാറുള്ളൂ. അപ്പോൾ ഉത്രാടം ആയതുകൊണ്ട് കുറച്ച് പൂക്കൾ വാങ്ങിച്ചിട്ടാണ് നമ്മൾ പൂവിടുന്നത്. അപ്പോൾ ഞാനും അവനും കൂടി ഇപ്പോൾ ഇതാ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 8:30. അപ്പം നമ്മൾ വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇടാൻ തുടങ്ങിയതാണ്. അപ്പോഴേക്കും അനുവും വന്നു, അവളും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടിയാണ് ഉത്രാടം ദിവസത്തെ പൂക്കളം റെഡിയാക്കുന്നത്. ഇത്രയും ദിവസം അമ്മയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പൂക്കളം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത്ര വലിയ പൂക്കളമൊന്നുമല്ല, എന്നാലും നമ്മൾ ഉള്ള പൂ വെച്ചിട്ട് നല്ല ഭംഗിയിൽ പൂവിട്ടു. എല്ലാവർക്കും ഇഷ്ടമായി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇതെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിവിക്കുട്ടൻ്റെ വിക്രസുകളാണ് ഇതൊക്കെ. അപ്പോൾ അവനും എൻ്റെ അമ്മയും കൂടി ഇരുന്നിട്ടുള്ള കളികളാണ്. അവനെ കൊണ്ട് കുറേ നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു, പക്ഷേ ഫോട്ടോ എടുക്കാൻ ആൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവനെന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഗംഭീര കളിയിലാണ്, കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ട് നല്ല കളിയിലാണ് ആൾ. ക്യാമറയിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ രണ്ടമ്മമാരും കൂടി ചേർന്നിട്ട് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. കറികളൊക്കെ ആയി. ഇപ്പോൾ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലട പായസമാണിന്ന്. അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ കഴിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ സാമ്പാർ റെഡിയായി, പുളിയിഞ്ചി, അച്ചാർ, അവിയൽ, ഓലൻ, പിന്നെന്താ ഉപ്പേരി, കൂട്ടുകറി, കാളൻ, കായ വറുത്തത്, ശർക്കര ഉപ്പേരി, പാലട പായസം, പിന്നെന്താ പപ്പടം ഉണ്ട്. അതുപോലെ പഴം പുഴുങ്ങിയതുണ്ട്. പഴം പുഴുങ്ങിയത് ഞാൻ വെക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് വിളമ്പുന്നത്. നല്ല രസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിവിക്കൂട്ടന് വിശന്നിട്ട് നിവിക്കൂട്ടനും ഇടയിൽ കൂടെ വന്ന് കളിക്കാൻ തുടങ്ങി. അവനും കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം 2 അച്ഛന്മാർക്കും കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിതാ നിവിക്കൂട്ടന് ഞാൻ കൊടുക്കാൻ റെഡിയാവുകയാണ്. അല്ലെങ്കിൽ ആൾ എല്ലാവരെയും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. വിശക്കുന്നുണ്ടാവും. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ടല്ലോ. അപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും നിവിക്കൂട്ടന് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കഴിക്കുമെന്നറിയില്ല. സാധാരണ നമ്മൾ നന്നായിട്ട് കുഴച്ച് പ്ലേറ്റിലൊക്കെ കിണ്ണത്തിലാക്കിയിട്ട് കൊണ്ടുവരുമ്പോഴാണ് കഴിക്കാറ്. അപ്പോൾ ഇലയിലൊക്കെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും വിളമ്പിയിട്ട് എന്തായാലും കൊടുത്ത് നോക്കട്ടെ. അതൊക്കെ ഇഷ്ടമായിച്ച കഴിക്കും, ഇല്ല എരിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം തന്നെ തുപ്പും ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് രാവിലെ സെറ്റ് മുണ്ടെടുത്ത് പിന്നെ സെറ്റ് സാരി എടുത്ത് എല്ലാം കൂടി ആയപ്പോൾ ക്ഷീണിച്ചു. അപ്പോൾ ഡ്രസ്സ് മാറ്റി കുട്ടൻ്റെ നല്ല ഉറക്കമായി. അപ്പോൾ ഞാനും കുറച്ച് സമയം കിടക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഇനി 4 മണിക്ക്
വണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോവാണ്. തിരുവോണം അവിടെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ കുറച്ച് സമയം കിടക്കണം. ഞാൻ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു, എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കാണ്ട് അത്രയേ ഉള്ളൂ. പക്ഷേ കുറച്ച് സമയം കിടക്കണം, അതൊരു ഉഷാറ് തോന്നുള്ളൂ. ക്ഷീണം, രാവിലെ നേരത്തെ എണീച്ചിട്ട് ഇങ്ങനെ ഈ പരിപാടികളൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സമയം കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ട് ഇരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു, ചായ കുടിച്ചു. അപ്പോൾ ഇനി എന്തായാലും നമുക്കിനി അവിടെ കൈലിയാട് എത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ കുറച്ചായിട്ടേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഒറ്റപ്പാലം ടൗണിലെത്തി. ഞങ്ങളുടെ പോകുന്ന വഴിക്കുള്ളൊരു വലിയ ടൗണാണ് കേട്ടോ ഒറ്റപ്പാലം. അപ്പോൾ അവിടെ നിന്ന് തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഉത്രാടം ദിവസം ആയതുകൊണ്ട് നിറയെ ആൾക്കാരും നിറയെ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ വീട്ടിൻ്റെ അവിടെ എത്താറായി. അവിടെ എത്താറാവുമ്പോഴൊരു സ്ഥലമാണ്, ഫുൾ പാടവും അതുപോലെ മലയും ഒക്കെ, ഇങ്ങനെ ചുറ്റുപാടും പാടവും മലയും തന്നെയാണ് വീടിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ അതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയ അമ്പലമാണ് കേട്ടോ. ഇതാ വീട്ടിൻ്റെ അങ്ങോട്ട് ഉള്ള റോഡിലേക്ക് തിരിഞ്ഞു. നമ്മുടെ വീട് ഇതാ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തി, കൈലിയാട് എത്തി. അതിന് എന്താ ഫ്രഷ് ആവണം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ഉത്രാടമല്ലേ, അപ്പം നാളെ തിരുവോണം ദിവസത്തെ ഇവിടുത്തെ വീഡിയോയും കൂടിയും ആ ദിവസം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പ്ലാൻ ചെയ്തതാണത്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രൊഡക്ഷനിൽ പറയാൻ പറ്റിയില്ല, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ഒരൊറ്റ വീഡിയോ ആക്കുകയാണ്. കാരണം അങ്ങനെ വലുതായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉത്രാടം തിരുവോണം എന്നുള്ള രണ്ടും ഒരു വീഡിയോയിൽ തന്നെ കാണിക്കാം. അപ്പോൾ എന്തായാലും ഇനി ബാക്കി ഫ്രഷ് ആവണം. പുറത്തുനിന്ന് വന്നതല്ല, കുളിക്കണം, പിന്നെ ചായ കുടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഇന്ന് തിരുവോണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ച് പൂവൊക്കെ ഇടാൻ തുടങ്ങി. രാവിലെ എണീച്ചത്തെ കുളിച്ചിട്ടില്ല കേട്ടോ, ഇന്ന് നേരത്തെ കുളിച്ചില്ല. അപ്പോൾ പൂവിട്ട് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിവിക്കുട്ടനും വന്നിട്ട് പൂവിടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൻ പൂവിടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് പൂവൊന്നും വലിച്ചു വാരി കളയുന്നില്ല, സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്ന് പൂവൊക്കെ ഇങ്ങനെ ഇടുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മടിയിൽ. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പൂവൊക്കെ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൾ. എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ പൂക്കളം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പൂക്കൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ പൂക്കളം ഇട്ടിട്ടുള്ളത്. ചെറിയ രീതിയിൽ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടമായി. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ദിന ആശംസകൾ. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? ഞങ്ങളും ഇവിടെ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെയാണ്. പൂക്കളമൊക്കെ ഇട്ട് സദ്യ. ഇന്ന് സേമിയ പായസമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉത്രാട നാളിൽ പാലട പായസമാണ് ഉണ്ടാക്കിയത്. ഇന്ന് തിരുവോണം നാളിൽ സേമിയ പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെന്താ എല്ലാ സദ്യവട്ടങ്ങളും ഉണ്ട്. അതുപോലെ ഇന്ന് എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ധാവണിയാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ്, ഈ ഒരു ബ്ലൗസാണ് ഞാൻ ഇന്നലെ ഇട്ടത്. ഈ ധാവണിയുടെ ബ്ലൗസാണ് കേട്ടോ ഇന്നലെ സാരിക്ക് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ധാവണിയുടെ മറ്റേ പാവാട അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ധാവണി എടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പിക്ക് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റോ അല്ലെങ്കിൽ ലാസ്റ്റോ ഇടാം. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുള്ളത് കുത്താമ്പുള്ളിയിൽ നിന്നാണ്. ഇപ്പോൾ ഓണത്തിന് എടുത്തിട്ടുള്ള എല്ലാ സെറ്റ് സാരിയും സെറ്റും കൊണ്ടും എടുത്തിട്ടുള്ളത് കുത്താമ്പുള്ളിയിൽ നിന്ന് തന്നെയാണ്. ഇപ്പം നെയ്ക്കുട്ടനെ എന്താ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് മുണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആൾക്ക് ഇഷ്ടമാവണില്ല. എന്നിട്ട് അതാ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാനും പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് ഇതാ കളിക്കാൻ തുടങ്ങി. വണ്ടിയുടെ ചക്രം ഊരുക, അതിലേക്ക് ഇടുക, സ്ക്രൂ അഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ഇഷ്ടം. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ പാടം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മുടെ പാടത്തിൻ്റെ ഭംഗി
ഞാൻ ഇന്നലെ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ ഇന്നലെ ഇരുട്ടായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്തായാലും ഉണ്ടാവും. കാരണം ഇപ്പോൾ കണ്ടില്ലേ ഫുള്ള് ഞാറ് നട്ടിരിക്കുകയാണ്. ഞാറ് നട്ടിട്ടില്ല, കണ്ടോ മുളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കണ്ടോ ഫുൾ പാടം ട്രാക്ടർ വന്നിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട്. ഫുൾ വെള്ളം ഇതായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ തുണി കൊണ്ട് സാരി കൊണ്ട് എല്ലാ പാടത്തും ഇങ്ങനെ ഞാറ് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ പാടത്തൊക്കെ നടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ എന്തായാലും എടുക്കാം കേട്ടോ. ട്രാക്ടർ വന്ന് പൂട്ടുന്നതും അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എന്തായാലും വരുന്നുണ്ടാവും. അപ്പോൾ നല്ല രസം തോന്നി ഇങ്ങനെ ഫുള്ളിങ്ങനെ രാത്രിയൊക്കെ നമുക്ക് വീടുകളിലെ ലൈറ്റൊക്കെ ഇങ്ങനെ ഈ ഇതിൽ പാടത്തിങ്ങനെ പ്രതിഫലിക്കുന്നത് കാണാം. അപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് അപ്പോൾ അത്രയും ഭംഗിയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. ചിലവർക്ക് പാടം ഇതൊക്കെ കാണാൻ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. അമ്മ അവിടെ സദ്യവട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സേമിയ പായസം, ഓലൻ റെഡിയായി, സാമ്പാറും റെഡിയായി. ഇനി ബാക്കിയുള്ള എല്ലാം റെഡിയായിട്ട് നമ്മളിതാ കഴിക്കാനിരിക്കുകയാണ്. ഇലയിൽ നമ്മുടെ സദ്യവട്ടങ്ങളെല്ലാം വിളമ്പിയിട്ടുണ്ട്. അവിയൽ, ഉപ്പേരി, കാളൻ, ഓലൻ, കൂട്ടുകറി, സാമ്പാർ, പപ്പടം, അതുപോലെ ശർക്കര ഉപ്പേരി, കായ വറുത്തത്, പുളിയിഞ്ചി, അച്ചാർ, പഴം നുറുക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിതാ ഇലയിൽ വിളമ്പിയിട്ട് നമ്മളെല്ലാവരും കൂടി അതിനെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും സദ്യ കഴിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിനി എന്തായാലും നിധിക്കുട്ടന് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ്. ഇന്നാൾ ഫോൺ വെച്ച് കാർട്ടൂൺ കാണിച്ചു കൊടുത്തപ്പോൾ സുഖമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് ഭക്ഷണം. ഇന്നലെ അങ്ങനെയായിരുന്നില്ല, ഇന്നലെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചോറൊക്കെ കുഴച്ച് ഇലയിൽ വെച്ചപ്പോൾ ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിധിക്കുട്ടന് കൊടുത്തിട്ട് ഇനി ഞങ്ങളും കഴിക്കും. അപ്പോൾ ആദ്യം വിളക്കത്ത് വിളമ്പി വെച്ചിട്ടാണ് കേട്ടോ നമ്മളും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉത്രാടം തിരുവോണം ദിവസത്തെ ഓണാഘോഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.